വണ്ടി എന്താണ് വണ്ടി വണ്ടി ഇവിടെ വെക്കാട്ടാ. ഇവിടെ വെച്ചോട്ടാ. ഇവിടെ വെച്ചോ. എടാ ലൈലു, അത് നമ്മുടെ അടുത്തുള്ള വെങ്കച്ചല്ലേ? നിനക്ക് ഇത് തന്നെയാണ് പണി? ഇല്ല, നമ്മുടെ അടുത്തുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഡാ അന്നങ്ങാതിരിക്കടാ. ഇതെങ്ങനെയുണ്ട് സ്റ്റൈലല്ലേ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് മൂത്രം ഒഴിച്ചു തുടങ്ങാം, എന്നിട്ട് ക്ലാസ് ഏതാ നോക്കാം. എടാ എന്തോരം കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തെന്തോരം കാര്യങ്ങള്? ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരാട്ടാ. നീയല്ല പറഞ്ഞ കോളേജ് ലൈഫ് ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കണോന്നൊക്കെ. എടാ പഠിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കണം. എന്നാലും ഈ കോളേജിന്റെ മൂത്രപ്പര എവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ? ഏടാ ലൈലു, കുറച്ച് സുന്ദരകില്ലാരിമാര് വരുന്നുണ്ട് പാട്ടൊക്കെ വെച്ച്. മ്യൂസിക് ഉണ്ടല്ലോ, ഡാൻസ് ഉണ്ടല്ലോ, അവരോട് ചോദിക്കാലോ. ഹായ് എടാ. അതെ, നമ്മുടെ ഈ കോളേജിന്റെ മൂത്രപ്പുര എവിടെയാന്നറിയോ? മൂത്രപ്പുരേ ചേട്ടാ, നമ്മുടെ കോളേജിലെ മൂത്രപ്പുര എവിടെയാന്നറിയോ? ഹായ്. ശരി ചേട്ടാ, ഓക്കെ എന്നാ ഞങ്ങള് നോക്കിക്കോളാം. നടക്കട വലിയ കാര്യം. നീ വിട്ടോ? പറഞ്ഞുതരൂ. നീ എന്തിനാ തമാശ കളിക്കണ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താന്ന് അറിയോ? ഇല്ലട്ടാ, ആരാണ്? നിനക്ക് ഒന്നും അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഒരുമാതിരി ഇറങ്ങി പിടിച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് നീ എന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. നിനക്ക് അറിയില്ല എന്നെ. നാളെ മുതൽ വരുമ്പോ നിന്റെ ഇറങ്ങി പിടിച്ച ബ്ലൗസ് മാറ്റി വല്ല ഷർട്ട് ഇട്ട് വന്നോളണം, മനസ്സിലായിടാ? കൈമാറ്റാട്ടാ, ഇതെന്റെ മേമ മേടിച്ചെന്ന പുതിയ ടീഷർട്ടാണ്. നീ എന്താ ചിരിക്കണ? കൈമാറ്റാട്ടാ, ഇതെന്റെ മേമ മേടിച്ചെന്ന ടീഷർട്ടാണേ. നീ എന്താ പേടിച്ചു പോയാ? നിന്റെ പേരെന്താടാ? ലൈലാസുരൻ. എന്ത് സുരൻ? ലൈലാസുരൻ. എന്തോന്ന് പേരാടാ? ശരിയാണല്ലോടാ, മുൾക്കിരീടൊക്കെ വെച്ച യേശു ക്രിസ്തുവിന്റെ മോറും. എന്താ ഇതിന് മാത്രത്തിൽ ചിരിക്കാൻ? നീ എത്രയും പെട്ടെന്ന് പെണ്ണായ? ഇതിന് മാത്രം ചിരിക്കാനെന്നാ? ഇതിലെ ഹാസ്യം എന്താന്ന് കുട്ടിക്ക് മനസ്സിലായില്ല. എടാ, നിന്റെ പേരൊന്നും കൂടി പറഞ്ഞു കൊടുത്തടാ. ലൈലാസുരൻ അല്ലേ? ആ പേരിന് എന്തെത്ര കുഴപ്പം? നീ ആരാ? നിനക്ക് ഹൃദയരഞ്ജന ആരാണെന്ന് അറിയോ? അവന്റെ പവർ എന്താണെന്നറിയോ? ഞാൻ ആരാന്നറിയോ? നീ ഏതാടി? എടീന്നാ, ഞാൻ സഖാവ് ബിനോയുടെ ക്ലാസ്സിലാ. ബിനോയ്. ഓ, PG കാരിയാണല്ലേ? മര്യാദക്ക് ഇവനെ വിളിച്ചിട്ട് കൺമുഞ്ഞു വിട്ടോ, എനിക്ക് നല്ല ഇടി കിട്ടും. വിട്ടോ. വാടോ. സഖാവ് ബിനോയ് ഭയങ്കര പ്രശ്നക്കാരനാ. അത് ഞാൻ പറയാതിരിക്കും. ശരിയാണ്ടാ. നീ ഇങ്ങോട്ട് പോലെ. നമ്മളെയല്ല നിന്നെ. ഹായ്, താങ്ക്സ് ചേച്ചി. ചേച്ചി ഒന്നുമല്ലടോ, ഞാനും ഫസ്റ്റ് ഇയറാ. ഫസ്റ്റ് ഇയറാ? എടി ഭയങ്കരി, താനാള് കൊള്ളാല. എന്താണ് ഇയാളുടെ പേര്? സരോജാദേവി. സരോജാദേവി കൊള്ളാലോ, നല്ല പുതുമയുള്ള പേരാണല്ലോ. അയ്യോ പോയാ. അതെ, അപ്പൊ ആരാണ് ഈ ബിനോയ് സഖാവ്? അവിടെ ഒരു പോസ്റ്റർ കണ്ടു, സഖാവ് ബിനോയ്ക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാ. അമ്പടി കുശാഗ്രബുദ്ധിക്കാരിയാണല്ലോ. ഇത് തന്റെ ബസ്സാണോ? ഇതെന്റെ പേഴ്സാണോ? ഇതെവിടെ കിട്ടി? ഇയാള് വണ്ടിന്ന് ഇറങ്ങിയപ്പോ പോയതാ. ഇതൊന്നും തനിക്ക് തരാൻ വേണ്ടിട്ടാ ഞാൻ വന്നേ. അന്ന് ഞാൻ പോട്ടെ. ലൈലാസുരൻ. ആരത്? സരോജാദേവി. നല്ല ഈ ചെറിയുള്ള പേരാണല്ലേ? നീ മിണ്ടരുത്.
എന്റെ സീനിയേഴ്സ് റാങ്ക് ചെയ്തപ്പോ ആ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എവിടെ പോയി കിടക്കണ? നീ ഒരുത്തരുടെ തോളത്ത് കൈയിട്ട് പാട്ടും പാടി പോയപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ പഴയ വല്ല സുഹൃത്ത് തായ്പറക്കല്ലേടാ നീ. പേടിച്ചു വരാ സീനിയേഴ്സ് റാഗി. ക്ലാസ്സിൽ പോ. എന്തായാലും അവൻ എന്റെ കയ്യിൽ ഒതുക്കത്തി കിട്ടും. കോളേജിൽ ഒന്ന് ആദ്യ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഞാൻ വിട്ടുകൊടുത്താണ്. എന്റെ പൊന്നലയിലൂടെ അവരൊക്കെ സീനിയേഴ്സ് ആണ്. സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല കിടിലൻ ടീമാണ്. എടാ ഞാനും ഉണ്ടാക്കണ സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള കിടിലൻ ടീം. സമയം എങ്ങനെ നടക്കാല്ലേ അവനെ എന്റെ കൈ കിട്ടും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നിനക്കല്ലേ പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് ക്ലാസ് ഇടാൻ നോക്കാം. കുട്ടി മലയാളം ക്ലാസ്. ഞാനും അങ്ങോട്ടേക്ക് ലേറ്റ് ആയി. ഞാൻ അമന്യ. എന്ത് സുധനായിരുന്നു? സുധനല്ല, ലൈലാസുരൻ. ഞാൻ ഫിജോ ഫെർണാണ്ടസ്. നിങ്ങളുടെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലേ? കുട്ടി ബി എ മലയാളമാണല്ലേ? ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. മിസ് കേറിക്കോട്ടെ. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. ഇവരും ലേറ്റ് ആണ്. കേറിപ്പോര്. കേറാം. നിക്ക് എങ്ങോട്ടേക്ക് ഓടി പോണേ? ഇവിടെ അവിടെയാണ് മുന്നില്. സംസാരിച്ചിട്ട് വിട്ടു. ഇവിടെ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഈ എഞ്ചിനീയറിങ്ങും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇത് പ്രാർത്ഥിക്കണതാ. അതല്ലടാ, സരോജയോട് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എന്തിന്? എടാ നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ പേഴ്സ് കളഞ്ഞു പോയി. അത് അവളാണ് എടുത്തോണ്ട് വന്നേന്ന്. അയിലേൻ എന്തുണ്ടായിട്ടാണ്? ഇതേ ഇത് കണ്ട 2000 രൂപ. ഇത് എവിടെ നിന്ന് അടിച്ചു പറ്റിയതാ? ഇവിടെ ഒരു കലക്കം കുഴിമന്തിക്കട ഉണ്ട്, പോയാലേ? പ്രാർത്ഥന കേട്ടാ ഓട്ടാ. നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ? വന്ദനം. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10ലും +1ലും +2 ഫുൾ A+ ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അല്ല നിനക്കല്ല പഠിക്കണ്ടേ? പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു നിരസാന്നിധ്യം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ഇന്ന് ക്ലാസ്സില്ല. എന്താണ് എല്ലാവരും പോണത്? ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ച് അങ്ങനെ. ആദ്യത്തെ ദിവസം തന്നെ സ്ട്രൈക്ക് ആണല്ലോ. എടതേ സരോജാണ്. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയാ വാ. ഫീസ് അടിച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായയും കുടിക്കാം. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? ഇന്ന് ക്ലാസ്സിലെ സാറേ സ്ട്രൈക്കാണ്. സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാടോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ? സാറ് ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ട് മടക്കി കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്കി. അപ്പൊ കൊതു കുത്തത്തില്ല. സാറാ നിർത്ത്. ഞങ്ങൾ മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ ബിനോയ് സി ബാബു വേണ്ട. പിന്നെ ഇയാളെ എന്ത് വർത്താനാണ്? ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ.
നിന്നെ സാറ് ഞാൻ പോയി ഗ്രൗണ്ടിൽ കണ്ടോളാം. പരിഹരിക്ക്. എടാ ബിനോയ് സി ബാബു, ഈ KK പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. ഈ സമരം ഞാൻ അറിഞ്ഞില്ല, അടുത്ത തവണ ആവട്ടെ. സാറേ 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 എന്താടാ? സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ടേക്ക് ഓടിക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയില്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പറയടാ. പേരെന്താ? ലൈലാസുരൻ. ഫുൾ നെയിം പറയേ. CK ലൈലാസുരൻ. ഇവന്റെ അപ്പൂപ്പിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, ഉഷപ്പടിക്കണം, പഠിക്കണം. ഉറപ്പായിട്ട് പഠിക്കൂല. സ്ട്രൈക്കാണ്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാ ഒരു 5 റൗണ്ടും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ? ഇവിടെ ഇല്ലല്ലോ, ഇനിയിപ്പോ എവിടെന്നാ പൈസ കിട്ടുക? അറിയില്ലല്ലോടാ, ഞാൻ പോട്ടെ. ഹായ്. ഹായ്. അന്നേരം പേഴ്സ് വന്നപ്പോ താങ്ക്സ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് താങ്ക്സ് പറയാൻ വന്ന താങ്ക്സ്. ഏയ് അതൊന്നും സാരില്ല. താങ്ക്സ് കഴിഞ്ഞ് വാ പോവാ. നീ ഒന്നും അതെ, എന്താണ് ഒരു ശോകമുഖത? യു ഓക്കെ? എനി പ്രോബ്ലം? ഒരു ഷോകും ഇല്ല, വാ പോവാ. പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല കേട്ടോ. ഞാനെന്നാ ഏയ് അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ടൈം അടക്കേണ്ട ഫീല് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. കാർഡാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇനി എവിടെ ATM എവിടെ ഉള്ളതെന്നറിയോ? തൊട്ട് ബാക്കിലല്ലേ ATM, അതിനകത്ത് ട്രൈ ആയിരുന്നില്ലേ? അവിടെ നോക്കി, പക്ഷെ അത് വർക്ക് ആവണില്ല. അയ്യോ, കുട്ടിക്ക് എത്ര രൂപയാണ് അടയ്ക്കാനുള്ളത്? ഒരു 1750 രൂപ ഉണ്ട്. അത്രേ ഉള്ളൂ? ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട ദൈവത്തോട് തിരക്കല്ലടാ. പൈസ നാണം പോയി. 2000 രൂപ ഉണ്ട്. കുട്ടിയുടെ കാര്യം നടക്കട്ടെ. ഇവിടെ ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നാന്ന് വിചാരിച്ചാൽ മതി. ആരും ചെയ്യാത്തൊരു കാര്യം ലൈലാസറിന് ഇപ്പൊ ചെയ്തേ. താങ്ക്സ്. എനിക്ക് ലൈലാസറിന്റെ ഫോൺ നമ്പർ 9400452489. പതുക്കെ. 9400452489. അത് തന്നെ. ജിപേ ഇല്ലേ? ഓ ഉണ്ട്. ഞാൻ ജിപേ ചെയ്തേക്കാം. ഓക്കെ. എന്നാ ഞാൻ ഫീ അടക്കട്ടെ. ബൈ. ബൈ. കണ്ട എന്നെ നമ്പർ മേടിച്ചിട്ടുണ്ടാവള്. ആ പൈസ പോയാടാ ലൈലു. അത് ഗൂഗിൾ ആൻറ്റി തരും. ദേ എന്നെ നോക്കി ചിരിച്ച്. തരൂ തരൂന്ന് പറഞ്ഞാ തരും. തരോ അല്ലേ? പിന്നെ അല്ലാണ്ട്